السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الخير والشر بمشيئة الله والصلاة والسلام على أشرف المرسلين والعاقبة للمتقين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളോടാണ് എൻ്റെ സംസാരം. മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണയെക്കുറിച്ചാണ്. അന്യപുരുഷന്മാരുടെ ഇടയിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കൽ നിർബന്ധമാണ്. എങ്കിലും മുഖവും മറക്കൽ നിർബന്ധമാണ്. കാരണം മുഖം മനുഷ്യ സൗന്ദര്യത്തിൻ്റെ ഭാഗമായതിനാലാണ് മുഖം മറക്കൽ നിർബന്ധമാകുന്നത്. അതിലൂടെ തിന്മകൾ പരക്കാൻ കാരണമാണ്. മുഖം തുറന്നിടുന്നത് കാരണത്താൽ ഒരു മനുഷ്യന്റെ തനി നിറം മുഖത്തിലൂടെ കാണാൻ കഴിയുന്നതിനാൽ തിന്മ വ്യാപിക്കാൻ കാരണമായതിനാൽ മുഖവും മറക്കൽ നിർബന്ധമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ ശൈലി. ഔറത്ത് മറക്കൽ മുസ്ലിമിൻ്റെ സംസ്കാരത്തിൽപ്പെട്ട കാര്യവുമാണ്. മുസ്ലിമിൻ്റെ സംസ്കാരം മാറിയാൽ ലോകത്തെ എൻ്റെ സമൂഹം നശിപ്പിക്കുമെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംസ്കാരം മാറിക്കഴിഞ്ഞാൽ ലോകം തന്നെ എൻ്റെ സമൂഹം നശിപ്പിക്കുമെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ട കാര്യം തന്നെയാണ് ഔറത്ത് മറക്കൽ. അത് നിർബന്ധമാണ്. ഫിത്നകൾ വർദ്ധിക്കാൻ കാരണവുമാണ്. ചെയ്യുന്ന പ്രവർത്തികൾ മോശമാകുമ്പോൾ മുൻഗാമികൾ കാണാത്ത രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിൻ്റെ തനി നിറം കാണാതെ അന്യപുരുഷന്മാർക്കിടയിലൂടെ ലജ്ജയോടെ ജീവിക്കാനും പല തിന്മകൾക്കിടയിലൂടെ മുസ്ലിമായി ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇടയിലുള്ള പ്രതിഫലം വളരെ മികച്ചതാണ്. അള്ളാഹു നൽകുന്ന പ്രതിഫലം വളരെ മികച്ചതാകുന്നതാണ്. ശരീരത്തിൻ്റെ വണ്ണവും രൂപവും അന്യപുരുഷനെ ആകർഷിക്കും വിധം വ്യഭിചാരശാലയായി ജീവിക്കാതെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനും പാരമ്പര്യത്തിനെ നന്മയിലേക്ക് നയിക്കാനും കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കലൊരു സ്വഹാബി നെറ്റി പൊട്ടി ചോരയൊലിക്കുന്ന രൂപത്തിൽ സ്വഹാബിയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ചോദിച്ചു, എന്തു പറ്റി? അപ്പോൾ സഹാബി പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു പെണ്ണിന്റെ പിൻഭാഗം നോക്കി ബോധമില്ലാതെ ഒരു ചുമരിൽ പോയി എൻ്റെ തല തട്ടി, അങ്ങനെ രക്തം വന്നു, മുറിയായി. ഇപ്പോൾ അതിൽ നിന്ന് രക്തം ഒലിക്കുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തരം വ്യഭിചാരങ്ങൾക്ക് ഉടനെ അള്ളാഹു ശിക്ഷ നൽകും, വളരെ സൂക്ഷിക്കണമെന്നും അവിടെ നിർദ്ദേശിക്കുകയുണ്ടായി. അള്ളാഹു തആല നല്ല രൂപത്തിൽ ജീവിച്ച് മുത്തക്കിയായി മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.